മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്താ പറ്റിയെന്നറിയില്ല. ഇങ്ങനെ കൂടുതൽ വൈകാറില്ല. മോള് വരട്ടെ. നിങ്ങളെപ്പോലുള്ളവർ വന്ന് കാത്തിരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേകത ഒന്നും കൽപ്പിക്കണ്ട. മോളെ കാണാൻ തിടുക്കുണ്ടെന്നുള്ള സത്യ എന്ന് കരുതി വൈകുന്നതിൽ വിഷമോ ഇല്ല. മോളെ, എവിടെയായിരുന്നു കുട്ടി നീ? എന്ത് പറ്റി? എന്തു പറ്റും മോളെ? എന്തിനാ നീ കരയുന്നത്? ആരെങ്കിലും മോളെ ഉപദ്രവിച്ചോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ? ഒന്ന് പറയൂട്ടി. ആരും എന്നോട് ഒന്നും ചോദിക്കരുത്. അച്ഛനും അമ്മയും എനിക്ക് മാപ്പ് തരണം. ഈ കല്യാണം നടക്കില്ല. എന്താ നീ പറയുന്നത്? ഇല്ല അച്ഛ, ഇങ്ങനൊരു വിവാഹം നടക്കാൻ എനിക്ക് യോഗമല്ല. അവൾക്ക് മനസ്സ് തട്ടുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സന്തോഷിക്കാൻ ഒരു നിമിഷം പോലും തരില്ലാന്ന് തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ദൈവമേ. സുജാതെ, മോൾ ഇങ്ങനൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതെന്താണെന്ന് താൻ തന്നെ പോയി മോളോട് ചോദിക്കും. അച്ഛാ, നീ വിഷമിക്കണ്ടടാ, അമ്മ പോയി ചോദിക്കട്ടെ. ഞാൻ മോളുടെ അടുത്ത് തന്നെയുണ്ട്. ഒന്ന് ചോദിക്കട്ടെ കുട്ടിയോട്. ഞാനിതെങ്ങനെ താങ്ങാനാ? ഞാൻ സംസാരിക്കാം. ചെല്ല്. നിത്യ, മോളെ മോളെ മോളെ, അമ്മയാ പറയുന്നത്. വാതിൽ തുറക്ക്. എന്തു പറ്റി മോളെ? എന്താ നീ അങ്ങനൊക്കെ പറഞ്ഞത്? എന്നോടൊന്നും ചോദിക്കരുത്. അമ്മയുടെ മകളായിട്ട് കയറി വരാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. ആദ്യം മോള് കാര്യം എന്താണെന്ന് പറ. നളിനി എന്തെങ്കിലും ചെയ്തോ? പിന്നെ ആരാ? നോക്ക് മോളെ, നിന്റെ അച്ഛനും രഘുവേട്ടനും ഒക്കെ വല്ലാത്ത ടെൻഷനില്ല. എന്റെ മോള് കാര്യം എന്താണെന്ന് എന്നോട് പറയും എന്ന് അവരോട് വാക്ക് പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്. പറയേ. ഇനിയൊന്നും നടക്കില്ല അമ്മ. അമ്മ എന്നെ വെറുക്കും. ചുറ്റുപാടുള്ളവരൊക്കെ എന്നെ വെറുക്കും. ഞാനൊരു ഭാഗ്യം കേട്ട പെണ്ണ. ഭാഗ്യവും ഭാഗ്യക്കേടും നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇപ്പൊ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാ. മോളെ കണ്ട നിമിഷം മുതൽ എന്റെ മകളെന്നല്ലാതെ നിന്നെക്കുറിച്ച് മറ്റൊന്നും മനസ്സിൽ തോന്നിയിട്ടില്ല. അമ്മയുടെ സ്ഥാനത്ത് എന്നെ കാണാൻ കഴിയുന്നുണ്ടെന്ന് നീ പറഞ്ഞു. അത് സത്യമാണെങ്കിൽ
നിന്റെ പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എന്റെ അമ്മയാണ്. ഞാൻ കണ്ടു കൊതി തീരാത്ത എന്റെ അമ്മയാണ്. മോളെ, ഈ നാട് മുഴുവൻ പരക്കുന്ന അവൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ച അമ്മയുടെ മകൻ എന്നെ സ്വീകരിക്കോ? അമ്മ എന്നെ സ്വീകരിക്കോ? പറ. ഇതിപ്പോ നീ ഏൽപ്പിച്ചത് എന്നെയല്ലേ? എന്റെ മകളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഇതിനുള്ള പരിഹാരം അമ്മ ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. അമ്മ, പെൺകുട്ടികളുടെ മാനത്തിൽ തൊട്ട് കളിച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് അവനൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അമ്മേ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. ഹലോ, നമ്മൾ തമ്മിൽ പരിചയമില്ല. എന്റെ പേര് സുജാത എന്നാണ്. ഏത് സുജാത? എന്റെ മകനാണ് നിത്യ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത്? കുറച്ചു മുൻപ് നിത്യയും നിങ്ങളും തമ്മിൽ ഒരു കാര്യം ഉണ്ടായല്ലോ. ആർക്കു വേണ്ടിയാ നിങ്ങൾ അങ്ങനൊക്കെ ചെയ്തത്? ആർക്ക് വേണ്ടിയാലും നിങ്ങൾക്ക് എന്താ? പെണ്ണുപിള്ളേ, അവള് കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചതിന്റെ പേരില് എന്തെങ്കിലും ഭീഷണിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് തികച്ചു വേണ്ട ഇത് നാട് മുഴുവൻ എത്തിക്കാൻ. അയ്യോ, ഞാനൊരു തർക്കത്തിന് വേണ്ടിയൊന്നും വിളിച്ചതല്ല. ദൈവത്തെ ഓർത്ത് ഈ വിവാഹം നിങ്ങൾ ഇല്ലാതെയാക്കരുത്. എനിക്ക് എന്റെ മരുമകളായി ആ കുട്ടിയെ തന്നെ വേണം. അതൊക്കെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിക്ക് ചെയ്യാനുള്ളത് ഞാനും ചെയ്യും. നിത്യയുടെ വിവാഹം മുടക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ഉദ്ദേശം പണമാണോ? എങ്കിൽ എത്ര വേണമെന്ന് പറയൂ, അത് ഞാൻ തരാം. അതൊന്നും വേണ്ട. പ്ലീസ്, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക. നിങ്ങൾ ചോദിക്കുന്നത് എത്രയാണെങ്കിലും അത് തരാൻ ഞാൻ തയ്യാറാണ്. അമ്മേ, അരുത്. നിങ്ങൾ പറയ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഞാൻ എവിടെ വരണമെന്ന് പറഞ്ഞാ മതി. അങ്ങനെ ചോദിച്ചാ ഇതൊരു കുടുംബത്തിന്റെ അപേക്ഷയായിട്ട് കരുതിയാ മതി. എന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ശരി, എങ്കിൽ നാളെ നമുക്ക് സംസാരിക്കാം. ഞാൻ വിളിച്ചു പറയാം. ആയിക്കോട്ടെ, ഒരപേക്ഷയുണ്ട്. നമ്മൾ തമ്മിൽ കാണുന്നത് വരെ ഇക്കാര്യം മറ്റൊരാളും അറിയാൻ പാടില്ല. ശരി, പക്ഷേ എന്നെ കാണാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് തെറ്റായ എന്തെങ്കിലും ഉദ്ദേശത്തിലാണെങ്കിൽ, എന്നെ ഒറ്റാനാണെങ്കിൽ, അവളും അവളുടെ അച്ഛനും മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ കുടുംബവും കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായി. എന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ വാക്ക് പറയുന്നു. എന്നാ ഓക്കെ. പണി ഏൽപ്പിച്ചവര് തന്നാല് 10,000 25,000. ഇതാകുമ്പോ
ലക്ഷങ്ങൾ കിട്ടും. ഇപ്പൊ സമാധാനമായോ മോൾക്ക്? അമ്മ എന്താ ഈ ചെയ്യുന്നത്? എന്റെ കാര്യത്തിന് വേണ്ടി എത്ര പണം ചെലവാക്കുന്നത്? ഇതിനൊക്കെ എന്ത് യോഗ്യതയാ എനിക്ക്? നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതാണ് നിന്റെ യോഗ്യത. അവന് കൊടുക്കുന്ന പണത്തിന്റെ കണക്ക് ആലോചിച്ച് മോള് വിഷമിക്കൊന്നും വേണ്ട. നാളെ അമ്മ അവനെ കാണുന്നത് പണത്തിന്റെ കണക്ക് പറഞ്ഞായിരിക്കില്ല, പെണ്ണിന്റെ മാനത്തിന്റെ കണക്ക് പറഞ്ഞായിരിക്കും. ഇനി എന്ത് സംഭവിച്ചാലും അമ്മയോടത് തുറന്നു പറയണം. നമുക്കിടയിൽ രഹസ്യങ്ങൾ വേണ്ട. ഹലോ വിപിൻ, എന്താ താനീ കാണിക്കുന്നേ? എന്താ തന്റെ പ്രോബ്ലം? എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണോ? വീണ, എനിക്ക് എന്റേതായ തിരക്കുകളുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വിപിൻ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം കഴിഞ്ഞപ്പോ എന്നെ ഒഴിവാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലേ ഒന്നും നീയായിട്ട് ശ്രേയയുടെ അടുത്ത് പറയേണ്ടി വരില്ല. ഞാൻ പറയും, എന്നിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് കയറി വരികയും ചെയ്യും. എന്റെ വീട്ടിലേക്കോ? എന്താ, ഞാൻ വന്നാ അവിടെ ഒന്നും സംഭവിക്കില്ലേ? ചതിച്ചിട്ട് കൈയൊഴിയുന്നതൊക്കെ പഴയ കാലത്തെ ഏർപ്പാടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേരെ നിനക്ക് ശരിക്കും അറിയില്ല. ഞാൻ നിന്നെ പോലെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ എന്നെ ആവശ്യമുണ്ടായിരുന്നു. ആ, നിനക്കും. നല്ലൊരു ദിവസം നമ്മൾ ഷെയർ ചെയ്തു, നമ്മൾ രണ്ടുപേരും സന്തോഷിച്ചു. സോ ഇനി നമുക്കതങ്ങ് മറക്കാം. You cheat? നീ എന്താ പറഞ്ഞെന്ന്? 1-2 ദിവസത്തെ പരിചയത്തിന്റെ പേരില നീ എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെയുള്ള ഒരുത്തി കൂടുതൽ സംസാരിക്കാതിരിക്കുന്നല്ലേ നല്ലത്. നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഞാനൊരു വഴിപഴിച്ച പെണ്ണാണെന്നോ? ശരിയാ, ഞാനൊരു അബദ്ധം കാണിച്ചു. നിന്നെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഒരു രാത്രി മുഴുവൻ നിന്നോടൊപ്പം കഴിഞ്ഞു. അത് നീ എന്നെ വിവാഹം കഴിക്കും, ഒരുമിച്ച് ജീവിക്കുന്നുള്ള പ്രതീക്ഷ കൊണ്ടാ. അല്ലാതെ നിന്റെ പണത്തിന്റെ സൗന്ദര്യത്തിന്റെ പേരില് നിന്റെ പുറകെ വന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തില് നീ എന്നെ പെടുത്തണ്ട. ഞാനിപ്പോ എന്താ വേണ്ടേ? നമ്മൾ ഒരുമിച്ച് ഒരു രാത്രിയുടെ കൂലിയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാനത് തന്നേക്കാം. നിർത്തടാ, നീ എനിക്ക് വില പറയാണോ? നോക്ക് വിപിൻ, ഒരു മുൻകരുതലും ഇല്ലാതെയാ അന്നത്തെ രാത്രി നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത്. ഞാൻ പ്രഗ്നന്റ് ആയാലോ? അപ്പോഴും നീ ഇത് തന്നെ പറയോ? പ്രഗ്നന്റ് ആയാൽ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഓക്കേ? ഹലോ വിപിൻ, ഹലോ വിപിൻ. എന്താടി നീ ഇപ്പൊ പറഞ്ഞേ? എന്നെ ഈ കുടുംബത്തിലുള്ളവരെ നീ ചതിച്ചു അല്ലേ? ഈ വീടിനകത്ത് നീ ഒരാളെ വിളിച്ചു കയറ്റിയില്ലേ? രാമകൃഷ്ണനും ഹരി ഇങ്ങോട്ട് വരട്ടെ, നിന്റെ ആട്ടം ഇന്നത്തോടെ നിർത്തി തരാൻ ഞാൻ. മുത്തശ്ശി പറയുന്നതൊന്ന് കേൾക്ക്. ആരും ഇപ്പൊ ഒന്നും അറിയിക്കണ്ട. അതിനുള്ള പരിഹാരം ഞാൻ തന്നെ ചെയ്തോളാം. എന്തു പരിഹാരമാടി നീ ചെയ്യാൻ പോകുന്നേ? ഇക്കാര്യം പുറത്തറിഞ്ഞാലേ ഹരിക്കും രാമകൃഷ്ണനും പുറത്തിറങ്ങാൻ പറ്റുമോ? ഈ കുടുംബത്തിന്റെ അഭിമാനം എന്താവും? അതൊന്നും നീ ഓർത്തില്ലല്ലോ. രാമകൃഷ്ണനെ വിളിക്കാം, ഇപ്പൊ തന്നെ അവനത് അറിയട്ടെ. വിടാനാ പറഞ്ഞത്, എന്നെ വിടാനാ പറഞ്ഞത്. നിങ്ങളോടൊന്നും പറയരുതെന്നല്ലേ പറഞ്ഞത്? വിട്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നു ഇവിടെ.
ഈ കാര്യങ്ങൾ ആരോടെങ്കിലും പറയാൻ നിങ്ങളുടെ നാവ് പൊന്തിയാലേ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നാളെ. എത്ര നേരമായി കാത്തു നിൽക്കുന്നു? സോറി, ഞാൻ അല്പം വൈകിപ്പോയി. വൈകിപ്പോയി. നിത്യമോൾ ഒരു പാവം കുട്ടിയാണ്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അവളുടെ ജീവിതം ഇല്ലാതാവരുത്. കൂടുതൽ സംസാരമൊന്നുമില്ല. ഇന്നലെ നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്കനുസരിച്ച് ഞാൻ വന്നത്. അതല്ല, സംസാരിച്ച് എന്റെ മനസ്സ് മാറ്റാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട. തുക എത്രയാന്ന് മാത്രം ഞാൻ പറയാം. അത് തരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവൾക്കൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ അവൾ ചത്തോ നിങ്ങളെല്ലാവരും കൂടി അതിന്റെ പേരിൽ കൂട്ടാത്മഹത്യ ചെയ്തോന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ശരി, പണം എത്ര വേണം? 50 ലക്ഷം. അയ്യോ, അത്രയ്ക്കൊക്കെ ചോദിച്ചാ? എത്ര ചോദിച്ചാലും തരാം. അതാണ് നിങ്ങൾ പറഞ്ഞ വാക്ക്. ഇതിന് മാറ്റമില്ല. അല്ല, ഞാനൊരു 25 ലക്ഷം തരാം. അത് വാങ്ങണം. അതിന് സമ്മതമാണെങ്കിൽ പണം കാറിലുണ്ട്, ഞാൻ എടുത്തു തരാം. ആ ശരി, തന്നേക്ക്. ശരി, വരൂ. എത്രയാ സുജാതെ ഇവന് വേണ്ടത്? 50 ലക്ഷം. എന്നോട് കളിക്കാൻ വന്നോണ്ടല്ലോ. എനിക്ക് മേലും കീഴും നോക്കാനില്ലാത്തോനാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? എടാ, ഈ രാജ്യത്തിന് കാവൽ നിൽക്കുന്നൊരു പട്ടാൾക്കാരനാ ഞാൻ. എന്റെ മരുമകൾക്കും എന്റെ കുടുംബത്തിനും കാവൽ നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് കരുതിയോ നീ? എന്നെ ഒന്ന് ചെയ്യരുത്. എങ്കിൽ പറ, ആര് പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്ത്? ആർക്ക് വേണ്ടി നീ വൃത്തിയിട്ട് ചെയ്ത്? അതിന് ഇവൻ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ലല്ലോ. എടാ, കളിക്കാനിറങ്ങിയ മണ്ണ് മാറിപ്പോയി. ഇവിടുത്തെ നാട്ടിടപഴകളിൽ ചെലവാവുന്ന ഗുണ്ടായസം കൊണ്ട് ആണുങ്ങളുടെ മുമ്പിലേക്ക് വരരുത്. തീർന്നു പോകും നീ. ബാക്കിയുള്ളതൊക്കെ നിനക്ക് വഴിയെ ഞങ്ങൾ പറഞ്ഞുതരാം. കേട്ടോ? അങ്ങോട്ട് വാ സുജാതെ. പതുക്കെ. ഹരി, നടത്തണോ? കസരയെടുത്ത്. മുത്തശ്ശി, നടക്കാൻ പറ്റുമോ? കുഴപ്പമില്ല. അച്ഛാ, മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? തലയടിച്ച് വീണുകൊണ്ട് പരിക്കുണ്ട്. മോളെ, മുത്തശ്ശിയെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുതെന്നാ പറഞ്ഞേ. എങ്ങനെയാ വീണേന്ന് ചോദിച്ചിട്ട് മുത്തശ്ശിക്ക് ഒരു ഓർമ്മയില്ല. നിങ്ങളങ്ങ് മാറ്, ഞാൻ മുത്തശ്ശിയെ കൊണ്ടുപോയിക്കോളാം. മുത്തശ്ശി വാ. മുത്തശ്ശി
അമ്മേ പതുക്കെ പോണേ. വേണോട്ടാ, മരുന്നിട്ട് എവിടെ? ഉണ്ട്, കാറിലുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. ആ